Yes, thank you. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के नाम की महिमा हो आज रात में. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. और परमेश्वर के वचन के साथ आपके सामने खड़ा होने के लिए प्रभु ने दिया हुआ सौभाग्य के लिए मैं प्रभु को धन्यवाद करता हूं. और हम लोग जो है इब्रानियों का पत्री से बीते दिन से पढ़ के आ रहा है. മോശയുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോശയെ ദൈവം തിരഞ്ഞെടുത്ത രീതി, അതിനെ താൻ കൊടുക്കേണ്ടി വന്ന വില, അത് മാത്രമല്ല എങ്ങനെയാണ് മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപിടിച്ച് ഹൗ ഹി ഹെൽപ് ദം ടു കം ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ഇങ്ങനെയുള്ളതായ വിഷയങ്ങളാണ് നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായിട്ട് കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. और विश्वास का जो है अलग अलग प्रवृत्ति समझकर मूसा का जिंदगी से हम लोग बीते दिन से पढ़ के आ रहा है. और कैसे मूसा परमेश्वर का बुलाहट पाया है और बुलाहट में जो है कैसे मूसा अटल रहा और बुलाहट में परमेश्वर कैसे मूसा को इस्तेमाल किया, इत्यादि बातों को बीते दिन में हम लोग समझ लिया. The cost he had to pay, അതിനെ താൻ കൊടുക്കേണ്ടി വന്ന വില, ആ ചോയ്സിന് വേണ്ടി താൻ കൊടുക്കേണ്ടി വന്ന വില നമ്മൾ കാണുവാനിടയാക്കി. और खास करके वो बुलाहट के लिए उन्होंने दिया हुआ जो है मैंने चुकाया हुआ दाम कितना महत्वपूर्ण था वो भी हम लोग देख लिया. അത് മാത്രമല്ല അൾട്ടിമേറ്റ് പാസ് ഓവർ അല്ലെങ്കിൽ ആ പെസഹയ്ക്കുള്ളതായ ഒരുക്കത്തിന്റെ ഭാഗമായി താൻ ഒന്നാമതായിട്ട് പെസഹ ആചരിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശദമായിട്ട് പഠിക്കുവാനിടയായി. और यीशु मसीह का जो है सबसे उत्तम जो है बलि के बारे में समझने के लिए मूसा और इस्राएली जन जो है वहां पे किया हुआ फसह के बारे में हम लोग बीते बार देखा. നമ്മുടെ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. और हमारा फसह का मेमना जो है अक्सर में प्रभु यीशु मसीह है, वो भी हम बीते बार देख चुका था. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ റിമംബറൻസ് ആണ് നമ്മുടെ രക്ഷ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അപ്ലിക്കേഷൻ അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ നാശത്തിൽ നിന്ന് വിടുവിച്ചത്. ഇനി നമ്മൾ ഒരു വാഗ്ദത്ത നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. और हम लोग जो है प्रभु ने किया हुआ सबसे बड़ा जो है बलिदान के बारे में देखा, जो यीशु मसीह है. और यीशु मसीह का लहू से हमारा उद्धार जो हुआ है, छुटकारा जो पाया है. और छुटकारा के बाद हम लोग एक देश का इंतजार कर रहा है. इंतजार करते हुए हम लोग एक सफर हम लोग जो शुरू किया है, उस सफर के बारे में भी और उस आशा, महान आशा के बारे में भी हम लोग देखा. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം ഒരു വൺ ടൈം ഇവന്റ് അല്ല, അതൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയുടെ തുടക്കമാണ് പെസഹ ആചരിച്ചുകൊണ്ട് അവർ ഈജിപ്തിൽ നിന്നും തുടങ്ങിയിരിക്കുന്നത്. और हम लोग एक चीज समझना चाहिए, फसह जो है एक शुरुआत है, एक सफर का शुरुआत है. वो सफर जो है वे लोग फसह के साथ वहां से शुरू किया, जो मिस्र देश से शुरू किया. ഒരു വ്യക്തി പോലും, ശ്രദ്ധിക്കുക, ഒരു ആദിജാതൻ പോലും മരിക്കാത്ത രീതി വളരെ പ്രിസൈസ് ആയിട്ട് ആ രക്ഷാ പദ്ധതി പൂർത്തീകരിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और एक भी जो है पहिलौटा जो इसराइल में जो है नहीं मरते हुए प्रभु जो है उद्धार का कार्यक्रम को जो है पूर्ति किया, वो परमेश्वर का जो है महाज्ञान के लिए मैं प्रभु को धन्यवाद करता हूं. അതുപോലെ തന്നെ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം ലോകത്തെ സ്നേഹിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഭാഗമാണ്. അതിന്റെ അത്രമാത്രം അഷുറൻസ് ദൈവം നമുക്ക് തരികയാണ്. ഒരൊറ്റ വ്യക്തി പോലും നഷ്ടപ്പെടാതിരുന്നത് പോലെ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം നമുക്ക് വേണ്ടി തന്റെ കുമാരനെ പെസഹയായിട്ട് തന്നു. और एक ही हम जो है प्रभु यीशु मसीह पर विश्वास करने वाला कोई भी व्यक्ति नाश नहीं होने के लिए पिता परमेश्वर ने जो है अपना एकलौता पुत्र को हमारे लिए जो दे दिया है,
वही हमारा उद्धार का सर्वोत्तम बात है, सर्वोत्तम या सबसे उत्तम जो है बात वही है कि यीशु मसीह हमारे लिए बलिदान हुआ ताकि हम में से कोई भी व्यक्ति नष्ट नहीं होना, खोना नहीं और नाश नहीं होना। ഓ പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അവരെ വിടുവിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം, ഒരു കവണന്റ് ദൈവത്തിന് സ്ഥാപിക്കുവാൻ സാധിച്ചെങ്കിൽ അതിനേക്കാൾ എത്രമാത്രം നമ്മൾ സുരക്ഷിതരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട്. ഹല്ലേലൂയ. एक जो है मेमना के जो है बलि से अगर लोग मौत से जो है छुटकारा पाया है, तो हम लोग जो यीशु मसीह के लहू से जो छुटकारा पाया हुआ हम लोग कितने अधिक श्रेष्ठ हैं जो आनंद काल का मृत्यु से बच जाएंगे। ഓ പ്രൈസ് ദി ലോർഡ്. അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാനാക്കി. और जब उसको जो है याद करते हैं हमारा हृदय प्रभु को आभारी हो जाते हैं। അങ്ങനെ യാത്ര പുറപ്പെട്ട അവർ ആദ്യമായി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതാണ് എബ്രായ ലേഖന കർത്താവ് അടുത്തതായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി. और उसी प्रकार सफर शुरू किया हुआ प्रभु का जन जो सामना किया हुआ पहला चुनौती के बारे में आज हम लोग जो देखेंगे, जिसके बारे में इब्रानियों का पत्र 11 अध्याय में वर्णित किया गया है. അതിന്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. By faith the people passed through the Red Sea as on dry land, but when the Egyptians tried to do so they were drowned. എബ്രായർ 11:29. और 11 अध्याय इब्रानियों का पत्र 11 अध्याय उसका 29 पद में इस प्रकार पढ़ते हैं, विश्वासी से वे लाल समुद्र के पार ऐसे उतर गया जैसे सूखी भूमि पर से, और अब मिस्रियों ने वैसा ही करना चाहा तो सब डूब मरे. അവിടെ അത്ഭുതങ്ങളുടെ ഒരു 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 എന്താ പറയാ, വാട്ട് ഐ വുഡ് സേ, അത്ഭുതങ്ങളുടെ ഒരു ഒരു നിറവ് നമ്മൾ അവിടെ കാണുകയാണ്. അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങളെ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ആ വാക്യം അവിടെ സംയോജിക്കപ്പെട്ടിരിക്കുന്നത്. और वहां पे जो है मैंने चमत्कार का एक पूर्णता या एक संपन्नता हम लोग जो है वहां पे देखते हैं, क्योंकि अलग अलग चमत्कार वहां पे जुड़ा हुआ रहता है. എന്താണ് അത്ഭുതം എന്ന് പറയുന്നത്? ചെങ്കടൽ കടന്നതൊരു അത്ഭുതം. तो वहां पे चमत्कारों जो है मैंने बोला क्या क्या है. सबसे पहला चमत्कार जो है वो लोग लाल समुद्र जो पार किया, वो सबसे प्रथम जो चमत्कार है. രണ്ടാമത്തെ അത്ഭുതമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് they passed through as the dry land എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നിലത്തിൽ എന്ന പോലെ അവർ കടന്നു. രണ്ടാമത്തെ അത്ഭുതം. दूसरा चमत्कार वहां पे लिखा है जैसे सूखी भूमि पर से जो है, जैसा सूखी भूमि है उसी तरफ एक भूमि से वे लोग निकल गया. എങ്ങനെയെങ്കിലും നീന്തി രക്ഷപ്പെടുകയല്ല, ഡ്രൈ ലാൻഡിൽ പോലെ അവര് സാധാരണ റോഡിലൂടെ നടക്കുന്നത് പോലെ അത് കടന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അത്ഭുതം. और कैसे भी जो है तैर के जो है बचने का बात नहीं है कि वे लोग जैसे एक साधारण रोड जो सूखा है उस सूखी जो है भूमि से जैसे चलते हैं वैसे चलने का बात के बारे में यहाँ पे वर्णित किया गया है. ഓ പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, മൂന്നാമതൊരു അത്ഭുതം, അങ്ങനെ ഒരു ഡ്രൈ ലാൻഡ് അവിടെ സൃഷ്ടിക്കപ്പെട്ടാൽ ആർക്കും കടന്നു പോകാമല്ലോ. പക്ഷേ ഫറവോനും സൈന്യവും അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ മുങ്ങിപ്പോയി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. हालेलुया. और तीसरा और सबसे मुख्य जो है चमत्कार यही है कि कोई भी सूखी भूमि पर किसी को भी जा सकता है, लेकिन इस्राएली जहां से सफर किया जो सूखी भूमि से, मिस्र देश का राजा और उसका जो है लोग जब सफर करने के लिए या उन लोग को पीछे करने के लिए जब कोशिश किया, वे लोग वहां पे उसी में डूबना शुरू किया. वो तीसरा और सबसे मुख्य जो है चमत्कार के रूप में मैं देखना चाहता हूं. ഓ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പണ്ട് ഒരു അമ്മച്ചി പറഞ്ഞതായ കഥ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ്. ഒരിക്കൽ ഒരു നിരീശ്വരവാദി വന്ന് ഒരു പ്രായമുള്ള അമ്മച്ചിയോട് പറഞ്ഞു, എങ്ങനെയാ ഈ ചെങ്കടലിലൂടെ ഇതൊക്കെ കടക്കുന്നത്? ഒരു ഇച്ചിരി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു അടി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അവർക്ക് കടക്കുവാൻ സാധിച്ചതെന്ന് പറഞ്ഞ് നിരീശ്വരവാദി ആ അമ്മച്ചിയെ കളിയാക്കി. और मैंने जो है एक कहानी याद करता हूं कि एक नास्तिक व्यक्ति, एक बूढ़ी औरत जो प्रभु पर विश्वास करती थी, उनसे जो है एक बार वार्तालाप कर रहा था
और नास्तिक व्यक्ति ने जो बोला, आपको पता है इस्राएली लोग जो है लाल समुद्र पार करने का कहानी में आपको समझना चाहिए वहां पे पानी जो है घुटना तक ही था, और इसलिए वे लोग घुटना तक जो पानी को पार करके ही वे लोग पार हो गया है। അപ്പോൾ അമ്മച്ചി ദൈവത്തെ സ്തുതിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു മിറാക്കിൾ ആണല്ലോ ആ ഒരു അടി വെള്ളത്തിൽ ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നത്. हाँ, मैंने तो उस बूढ़ी औरत जो है प्रभु को स्तुति करने लगा, क्योंकि उन्होंने ये बोला कि आप बोल रहे लोग गुजरा है, लेकिन 1 ही फुट पानी में मिस्र का सेना जो है नाश हो गया, डूब गया, वो जो उससे बड़ा അപ്പോൾ चमत्कार അവിടെ है। പറഞ്ഞു വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒഴിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു മിറക്കിളുകളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര എന്ന് തന്നെ ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത്. അത്രമാത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. അത്രയും അധികമുള്ള ഒരു മിറക്കിളാണ് നമ്മൾ അവിടെ കാണുന്നത്. और वहां पे एक ही चमत्कार नहीं, एक चमत्कार का जो है जुलूस, मैंने उस प्रकार उसको बोलना चाहते हैं, उस प्रकार के एक जुलूस वहां पे हुआ है, अलग अलग चमत्कार साथ ही साथ होने के कारण। ഓ ചെങ്കടലിലൂടെ അവിടെ കടന്നു, ഉണങ്ങിയ ദേശത്തെ പോലെ ഉണങ്ങിയ നിലത്തിൽ എന്ന പോലെ കടന്നു. ഫറവോനും സൈന്യത്തിനും കടക്കുവാൻ സാധിച്ചില്ല. മിനിമം 3 അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ അവിടെ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. और न्यूनतम में 3 जो है महाद्भुत हम लोग वहां पे दिखाई देते हैं। एक जो है वे लोग लाल समुद्र पार हुआ, दूसरा सूखी भूमि का जैसा वे लोग निकल गया, और तीसरा जो है मिस्र देश का सेना उसमें डूब गया। എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ബൈ ഫെയ്ത്ത് ദ പീപ്പിൾ പാസ് ത്രൂ ദ റെഡ് സീ. അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി വന്നത്. അവിടെയാണ് അവർ വിശ്വസിക്കാനിടയായി തീർന്നത്. यस, इतना बोलने के बाद भी इब्रानियों का लेखक जो है यही बता रहा है कि विश्वास ही से लाल समुद्र के पार वो लोग चला गया, मतलब विश्वास का बात जो है वहां पे लेखक जो है जुड़ने के लिए प्रयास कर रहा है। പുറപ്പാട് പുസ്തകം 14 അധ്യായമാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം കാണുന്ന അവിടെയാണ്. 14 അധ്യായത്തിന്റെ 29 വാക്യത്തിലും ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. But the children of Israel had walked on dry land in the midst of the sea, and the waters were a wall to them on their right hand and on their left hand. അവിടെ ഒരു അത്ഭുതം കൂടി നമ്മൾ കാണുകയാണ്. और यहाँ पे जो है एक और चमत्कार हम लोग निर्गमन का किताब 14 अध्याय उसका 29 पद में देखते हैं। बराबर बात वहां पे भी लिखा हुआ है, परंतु इस्राएली समुद्र के बीच स्थल ही स्थल पर होकर चले गए, और जल उनकी दाहिनी और बाई दोनों और दीवार का काम देता था। ഓ അപ്പോൾ വെള്ളം രണ്ടും മതിലായിട്ട് അവിടെ നിന്നു ഇവര് കടന്നു പോകുന്നത് വരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇതാണ്. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അതിശ്രേഷ്ഠമാണെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. और मैंने जो है आज आपके सामने ये घोषणा करना चाहते हैं प्रभु के लोगों के लिए, प्रभु के जन के लिए, प्रभु ने करने वाला चमत्कार जो है एक अनोखा चमत्कार होते हैं, आपका जिंदगी को छुड़ाने वाले के चमत्कार होते हैं। हालेलुया, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം how did they cross the Red Sea? അതിന്റെ പിന്നിലെ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. और आज रात में जो है मैंने यही बात आपसे बताना चाहता हूं कि कैसे वे लोग लाल समुद्र पार किया, उसका जो है प्राधान्यता क्या क्या है, वो बातों को हम लोग आज चर्चा करेंगे। ആദ്യമായിട്ട് നമ്മൾ കാണുവാനായിട്ട് പോകുന്നു വൈ റെഡ് സീ. വൈ റെഡ് സീ? ദൈവം പെസഹ കഴിഞ്ഞ് അവരെ നേരിട്ട് അങ്ങ് കൊണ്ടുപോയാൽ പോരായിരുന്നോ? എന്നാൽ എന്തിനെ ഇതിന്റെ മധ്യത്തിൽ ഒരു റെഡ് സീ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വൈ റെഡ് സീ? और पहला सवाल, क्यों लाल समुद्र? क्योंकि फसहा मनाया हुआ लोगों को सीधे कनान देश में प्रभु को क्यों नहीं प्रवेश करा सकता था? क्यों उसके बीच में एक लाल समुद्र का कहानी या एक परेशानी बीच में प्रभु ने लाया? പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ, വളരെ അധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വൈ റെഡ് സീ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1, to reveal God's glory to Egyptians. മിസ്രൈമ്യ സൈന്യത്തിന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് അവർ
ചാവുകടലിലൂടെ നടക്കേണ്ടതായിട്ട് വന്നത്. और अलग अलग इसमें आता हूं कि सबसे पहला कारण यही है कि इन लोगों का जीवन में जो चमत्कार प्रभु दिखाने का सबसे पहला कारण कि उस चमत्कार के द्वारा प्रभु जो है मिस्री लोगों का सामने महिमा लेना चाहते हैं, मिस्रियों को दिखाना चाहता है कि प्रभु महिमा का प्रभु है। നമ്മൾ ഈ കോവിഡ് സീസണിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് വൈ കോവിഡ്. എന്നാൽ ദൈവത്തിൻ്റെതായ മറുപടി ഉണ്ടായിരിക്കും. അതാണ് ഇതും അതുമായിട്ട് തുലനം ചെയ്യുവാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഒരു കാര്യം അനുവദിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവ തേജസ്സിന്റെ മഹിമയ്ക്ക് വേണ്ടിയുള്ള ഒരു എലമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. आमेन। तो हम लोग जो है इस कोविड के समय में एक सवाल हमारे हृदय में आते हैं कि क्यों कोविड। तो हम लोग एक चीज समझना चाहिए, प्रभु एक कार्य जो है हमारा बीच में हमारा जिंदगी में करेगा तो उसके पीछे जो है प्रभु अपना महिमा लेने का एक कारण होगा। ये बात हम लोग निश्चित समझना चाहिए। പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ തുറന്നു വെക്കണം. അതിൽ നിന്ന് ഒരുപാട് വാക്യങ്ങൾ നമ്മൾ ഇന്ന് കോട്ട് ചെയ്യും. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നിങ്ങൾ തുറന്നു വെക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുക. और मैंने आप लोग से अनुरोध करता हूं कि कृपया करके निर्गमन का किताब 14वां अध्याय खोल कर रखिए, क्योंकि अलग अलग वचन हम लोग उसी से सीखने के लिए आज मिलेगा। ഇങ്ങനെയാണ് കാണുന്നത്, then I will harden Pharaoh's heart so that he will pursue them. Oh, over Pharaoh, who will gain? I will gain honor over Pharaoh and over all his army, that the Egyptians may know that I am the Lord. Oh, praise the Lord. What a powerful verse. और जो है 14 पद में जो है बहुत ताकतवर एक वचन जो है हम लोग पढ़ते हैं, तब मैं फिरौन की मन को कठोर कर दूंगा और वो उनका पीछा करेगा। तब जो है फिरौन और उनकी सारी सेना के द्वारा मेरी महिमा होगी और मिस्री जान लेंगे कि मैं होवा हूं। और उन्होंने वैसा ही किया। അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, പെസഹ അവർ ആചരിച്ചത് ഞാൻ ഇസ്രായേലിന്റെ ദൈവമാണെന്ന് ഇസ്രായേൽ മക്കൾക്ക് വളരെ റിലേഷൻഷിപ്പ് ബേസിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ മാത്രം, അല്ലെങ്കിൽ അതും ഒരു ഉദ്ദേശമായിരുന്നുവെങ്കിൽ, റെഡ് സീ കടക്കുമ്പോൾ ദൈവം പറയുകയാണ് എനിക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? Egyptians should know that I am Yahweh. ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യ ജനം അറിയേണ്ടതിന് നിങ്ങൾ ഈ ചാവുകടൽ കടക്കേണ്ടതാണ്. प्रभु जो है मेमना को मार के फसहा मनाने के लिए इस्राएलियों को इसलिए कहा था कि क्योंकि इस्राएलियों के साथ परमेश्वर के एक वाजा बांधने का एक चिन्ह के रूप में उसको बताया गया है। लेकिन लाल समुद्र पार होने के लिए प्रभु ये कहते हैं कि लाल समुद्र पार होने के द्वारा मैं जो है मिस्रियों को यही दिखाना चाहते हैं कि मैं ही प्रभु हूं, मैं ही यहोवा हूं और मैंने अपना महिमा उन लोगों के सामने प्रकट करना चाहता हूं। हालेलुया। അപ്പോൾ മിസ്രൈമിലുള്ളവർ അപ്പോൾ പെസഹയിലൂടെയും ദൈവം സ്ഥാപിച്ചു, ഇവിടെ വീണ്ടും സ്ഥാപിക്കുകയാണ്. പെസഹയിലൂടെ എങ്ങനെയാണ് സ്ഥാപിച്ചത്? അവരുടെ ഇസ്രായേൽ മക്കളുടെ എല്ലാ ആദിജാതന്മാരും രക്ഷപ്പെട്ടപ്പോൾ മിസ്രൈമിലെ എല്ലാ ആദിജാതന്മാരും മരിച്ചു. और फसहा के द्वारा जो है प्रभु ने इसको भी प्रकट किया है। कैसे प्रकट किया? क्योंकि जब ये लोग फसहा मनाने के वक्त में इस मिस्र देश का सारा जो है पहलौटा मर गया, लेकिन इस्राएल से कोई भी व्यक्ति नहीं मरा। ഇവിടെയും ഒരു ഡിഫറൻസ് ദൈവം കാണിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ചാവുകടലിലൂടെ ഡ്രൈ ലാൻഡിൽ എന്ന പോലെ കടന്നു പോകുന്നു, എന്നാൽ ഫറവോനും സൈന്യവും മുങ്ങി മരിക്കുന്നു. यहाँ पे भी प्रभु ने एक फर्क दिखाते हैं कि इस्राएली जन जो है सूखे भूमि के जैसा एक भूमि से जो है लाल समुद्र पार हो रहा है, लेकिन फरो और उसका सेना जो है उसी भूमि में जो है पानी से डूब के मर रहा। നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വൈ റെഡ് സീ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിൽ और आज हम लोग जो है यही ढूंढने का प्रयास करते हैं कि क्यों लाल समुद्र हमारा जिंदगी में लाल समुद्र क्यों आते हैं, उसका जवाब के लिए हम लोग आगे बढ़ेंगे। രണ്ടാമതായിട്ട് നമ്മൾ അവിടെ കാണുകയാണ് 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ, to demonstrate his power to Israel, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി ഇസ്രായേലിന് കാണിക്കുവാൻ വേണ്ടി
ദൈവം അവരെ ചാവുകളിലൂടെ കടത്തിവിട്ടു. और दूसरा कारण हम लोग 31 पद में दिखता है, कृपया आप लोग अपना ध्यान 14 अध्याय के 31 पद में ले जाए। और यहोवा ने मिस्रियों पर जो अपना पराक्रम दिखलाया था उनको देखकर इस्राएलियों ने यहोवा का भय माना और यहोवा पर और उनके दास मूसा पर भी Oh, विश्वास praise the किया। Lord. Israel saw the great work which the Lord done in Egypt. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തതിനെ അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. ചാവുകടൽ ചെങ്കടൽ അവർ കടന്നപ്പോൾ. और एक चीज जो है समझना चाहिए, ये लोग लाल समुद्र पार होने के वक्त में प्रभु ने जो बोला जो है उसको अटूट करने के लिए, उसको निश्चिंत करने का एक बात यहाँ पे हुआ, क्योंकि इस्राएली जन मूसा और यहोवा पर विश्वास करने के कारण ये जो है चमत्कार हुआ। അത് മാത്രമല്ല, മറ്റൊരു കാരണം കൂടിയുണ്ട്. ടു എൻഡോഴ്സ് ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്. മോസസിനെ അവരുടെ നേതാവായി അംഗീകരിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു അപ്രൂവൽ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതും 14 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. और 31 पद में एक और बात देखते हैं कि मूसा उन लोग का अगुवा है करके एक चिन्ह जो इस्राएलियों को परमेश्वर दिखाते हैं ताकि इस्राएली जन जो है मूसा पर विश्वास करे। Praise the Lord. Hallelujah. അപ്പോൾ ദൈവത്തിന്റെ ബഹുവിധമായ പദ്ധതിയുടെ ഭാഗമാണ് അവർ ചെങ്കടൽ കടക്കേണ്ടി വന്നത് എന്നുള്ളത് ഇന്ന് രാത്രികാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ എന്ത് ദൈവം അനുവദിച്ചാലും അതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ പർപ്പസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. और जो है इस्राएलियों का जिंदगी के द्वारा हम लोग यही समझना चाहिए, प्रभु कुछ उद्देश्य के साथ जो है अपना कार्यक्रम किया है, तो हमारा जिंदगी में जोड़कर जो है इसको समझने के वक्त में योम हम समझना चाहिए हमारा जीवन में प्रभु करने वाला हर एक काम के लिए प्रभु को एक योजना होता है और प्रभु अपना महिमा के लिए करते हैं। അപ്പോൾ why Red Sea എന്നുള്ള ചോദ്യത്തിന് ദൈവം അവിടെ മറുപടി കൊടുക്കുകയാണ്. तो यहाँ पे क्यों लाल समुद्र जो सवाल का जवाब प्रभु यहाँ पे देते हैं। ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് how will I cross? എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ എങ്ങനെ കടക്കും ഒന്ന് പറഞ്ഞു തരാമോ? और अगला सवाल यही है कि हम कैसे लाल समुद्र को पार करेंगे। लाल समुद्र पार करने का तरीका क्या है, क्या आप हमें थोड़ा बता सकता है? ഇവിടെ പെസഹയുടെ സമയത്ത് ദൈവം അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. और फसहा का वक्त में परमेश्वर ने उन लोगों को अलग अलग नियम विधि दिया था कि आपको करने वाला विधि यो है यो है यो है ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. लेकिन उससे जो है भिन्न तौर से यहाँ पे प्रभु बोलने वाला और कई बात है। 14 അധ്യായത്തിന്റെ 13 വാക്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവിടെയും നമ്മൾ 3 കാര്യങ്ങളാണ് കാണുന്നത്. And Moses said to the people, do not be afraid. Stand still and see the salvation of the Lord, which he will accomplish for you today. The Lord will fight for you. You shall hold your peace. और 14 का 13वां पद में इस प्रकार हम लोग पढ़ते हैं, मूसा ने लोगों से कहा, डरो मत, खड़े खड़े वो उद्धार का काम देखो जो यहोवा आज तुम्हारे लिए करेगा, क्योंकि जिन मिस्रियों को तुम आज देखते हो उनको फिर कभी ना देखोगे। Oh, praise the Lord. എന്താണ് the how part, the plan അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പ്ലാൻ എന്നറിയാമോ? പെസഹയുടെ സമയത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞാടിനെ കൊല്ലണം, രക്തം കട്ടളമേലും കുറുമ്പിടിമേലും പുരട്ടണം, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് ഉണ്ടാക്കി അപ്പം കഴിക്കണം, ഇതൊക്കെ ചെയ്യണം. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. और जो है फसहा का वक्त में भी प्रभु ने कुछ विधि उन लोगों को बताया था कि आप लोग जो है एक मेमना को काटना है, उसका लहू जो है चौखट पर लगाना है, और अखमीरी रोटी का जो है रोटी आप लोग खाके जो है फसहा को मनाना है। इस प्रकार कई बात यहाँ पे भी हम लोग देखते हैं।
ഇവിടെ ദൈവം അതിന് വ്യത്യസ്തമായി ഇവരോട് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഡു നോട്ട് ബി അഫ്രൈഡ്. उससे विभिन्न तौर से प्रभु यहाँ पे 3 बात बोल रहा है. सबसे पहला बात, डरो मत. നമ്പർ 2, സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽപ്പിൻ. दूसरा, आप जो है खड़े रहो, आप जो है दृढ़ता से खड़े रहो. 3, ബി സ്റ്റിൽ, ഹോൾഡ് യുവർ പീസ്. और तीसरा कि तुम उद्धार का काम देखेंगे जो परमेश्वर आज तुम्हारे बीच में जो है करना वाला है. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഡു നോട്ട് ബി അഫ്രൈഡ്, എന്ത് ചെയ്യരുത്, അധൈര്യപ്പെടരുത്. और यहाँ पे 3 बात जो बोल रहा है. सबसे पहला बात, तुम डरना नहीं है, तुम बेचैन होने की जरूरत नहीं है. കാരണം എന്ത്, അധൈര്യപ്പെടുവാനുള്ള സാഹചര്യമാണ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തിയൊഴുകുന്ന ചെങ്കടൽ, ബാക്കിൽ ഫറവോന്റെ സൈന്യം. यहाँ पे बोल रहा है तुम घबराना नहीं, डरना नहीं, क्योंकि डरने का परिस्थिति तो है तुम्हारे सामने. आगे को जो है बहने वाला एक लाल समुद्र और पीछे में जो है आने वाला मिस्र देश का सेना. നിങ്ങളും ചിന്തിച്ചു നോക്കണം. ഇത് വായിച്ചു വിടുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മുൻപിൽ ചെങ്കടൽ, വഴിയല്ല ചെങ്കടൽ, പിൻപിൽ ഫറവോന്റെ സൈന്യം. ഇവിടെ എങ്ങനെ അധൈര്യപ്പെടാതിരിക്കും? और यहाँ पे इसको पढ़ के जो है जाना बहुत आसान है, लेकिन आप लोग इसको थोड़ा सा कल्पना कीजिएगा, थोड़ा समझने के लिए कोशिश कीजिए. आगे को लाल समुद्र है, पीछे में जो है मिस्र देश का सेना आते हैं, और इसके बीच में आप बिना घबराते हुए कैसे रह सकता है? അവിടെയാണ് അവർ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. उधर जो है हम लोग देखते हैं कि वे लोग विश्वास का प्रवृत्ति हम लोग दिखाई देते हैं. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവർ ചെങ്കടലിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ദൈവം ഇതിനെ ഒരു ഡ്രൈ ലാൻഡ് ആക്കി മുൻപേ വെച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. और मैंने कभी ये सोचते हैं कि अगर ये लोग जो है लाल समुद्र के किनारे जब आने के वक्त से पहले ही प्रभु जो है यहाँ पे एक सूखा जो है मार्ग तैयार करके रखेगा तो कितना अच्छा था. അതായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഇവർക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. ഏതായാലും ദൈവം അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് നേരത്തെ ചെയ്തു വെച്ചായിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങ് സുഗമമായി യാത്ര ചെയ്യാമായിരുന്നു. तो वे काम जो है प्रभु को तो पहले ही कर सकता है. प्रभु इतना जो है विलंब क्यों कर रहा है? क्योंकि कोई भी हो कि परमेश्वर को तो एक सूखा भूमि तो बनना ही पड़ेगा. तो ये लोग लाल समुद्र जो है यहाँ किनारे आने से पहले ही प्रभु क्यों जो है एक सूखा मार्ग या रास्ता तैयार नहीं किया? ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെങ്കടൽ കാണണം, നിങ്ങൾ ചെങ്കടൽ കാണണം, നിങ്ങൾ ചെങ്കടൽ കാണണം. നിങ്ങൾ ബാക്കിൽ സൈന്യത്തെയും കണ്ടിട്ട് വേണം നിങ്ങൾ അധൈര്യപ്പെടാതിരിക്കാൻ. കാരണം അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. आमीन. क्योंकि आप लोग जो है लाल समुद्र को देखना है, आप लोग लाल समुद्र को देखना है, और आप लोग पीछे जो है आने वाला जो है मिस्र देश का सेना को भी देखना है. ये दोनों देखने के बाद जो है आपको बिना बेचैनी के साथ रहना है, क्योंकि आपका विश्वास का परख जो है वो ही है. അവിടെ എഴുതിയിരിക്കുന്നു, അവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. ഡ്രൈ ലാൻഡിന്റെ പിന്നിൽ മുമ്പിലല്ല വന്നത്, ചെങ്കടലിന്റെ മുമ്പിൽ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെങ്കടൽ ഒരു റിയാലിറ്റി ആണെന്ന് അവർ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അവരിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. क्योंकि वे लोग जो है लाल समुद्र के तट के पास आ गया, क्योंकि लोग समझना चाहिए जिंदगी में लाल समुद्र है तभी जो है विश्वास का जो है कार्य वहां पे होते हैं. इसलिए जो है हम लोग जो है इब्रानियों का पत्री में पढ़ते हैं ये विश्वास का काम है करके वहां पे लिखा हुआ. നിങ്ങൾ ഭയപ്പെടരുത് എന്ന് മാത്രമല്ല, സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റാൻഡ് സ്റ്റിൽ. എന്ത് ചെയ്യരുത്? നിങ്ങൾ നിങ്ങളുടേതായ ബുദ്ധിയിൽ ഒന്നും ചെയ്യരുത്, വെപ്രാളപ്പെടരുത്, നിങ്ങൾ എക്സൈറ്റഡ് ആകരുത്, നിങ്ങളുടെ ബുദ്ധിയിൽ ഒന്നും ചെയ്യുവാൻ ശ്രമിക്കരുത്. നിങ്ങൾ ബി സ്റ്റിൽ, ഉറച്ചു നിൽപ്പീൻ. और केवल डरने का
बात नहीं है, फिर से बोल रहा है कि तुम खड़े खड़े रहो, तुम दृढ़ता से खड़े रहो, क्योंकि अपने बुद्धि से कुछ नहीं करना, अपना जो है समझ के आधार, समझ का सहारा नहीं लेना, क्योंकि प्रभु कार्य करने वाला है, इसलिए अपना मूर्खता का कुछ काम वहां पे नहीं करना। അപ്പോൾ ഭയപ്പെടാതെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. അത് മാത്രമല്ല, സ്റ്റാൻഡ് സ്റ്റിൽ, ഹോൾഡ് യുവർ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്വാസം ഒക്കെ അകത്തോട്ട് വലിച്ച് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങ് നിൽക്കണം എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. और जो है आप लोग जो बिना भय के साथ रहना है, खड़ा रहना है। और तीसरा जो अंग्रेजी में लिखा है लेकिन जो हिंदी में नहीं है, वहां पे प्रभु बोला तुम लोग शांति के साथ रहना, मतलब तुम आराम के साथ वहां पे रह सकता। ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഈ ക്രിസ്തീയ യാത്രയിൽ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അതിന്റെ അപ്ലിക്കേഷനിലോട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മോശ അവരോട് പറയുകയാണ്, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല, പക്ഷെ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. और जो है हमारा जिंदगी में इस प्रकार का घटना आने के वक्त में हम लोग जो है खड़ा रहने के बारे में हम लोग सीखना है और इसको लागू करने के बारे में हम आगे को बताएंगे। लेकिन यहाँ पे मूसा उन लोग से कह रहा है, आज जो मिस्रियों को तुम जो देखते हो उनको फिर कभी न देखोगे। എന്താണ് അതിന്റെ കാരണം എന്നറിയാമോ? The Lord will fight for you. The Lord will fight for you. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. उसका कारण क्या है? उसका अगला पद में लिखा है, यहोवा आप भी तुम्हारे लिए लड़ेगा, क्योंकि यहोवा तुम्हारे लिए लड़ने वाला है। ഇത് യഹോവയുടെ ഗ്ലോറിയുടെ വിഷയമാണ്, യഹോവയുടെ മഹിമയുടെ വിഷയമാണ്. ഇത് നിങ്ങളുടെ യുദ്ധമല്ല, ഇത് നിങ്ങളുടെ യുദ്ധമല്ല, ഇത് യഹോവയുടെ യുദ്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. तो ये जो यहोवा का युद्ध है, तुम्हारा जो है युद्ध नहीं है, तुम्हारा परेशानी नहीं है, क्योंकि ये प्रभु का युद्ध है, जो प्रभु का युद्ध प्रभु लड़ेंगे। ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്നത് കൊണ്ട് ആ വിഷയത്തിലോട്ട് ഇപ്പോൾ ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ചെങ്കടലിന്റെ മുമ്പിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണോ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. और जो है इसके बारे में हम आगे को विवरण दे देंगे, लेकिन एक चीज समझकर बोलकर मैं आगे बढ़ना चाहते हैं कि लाल समुद्र के करीब, लाल समुद्र के किनारे आप कैसे जो है व्यवहार करेगा, वही जो है आपका विश्वास का जो है गहराई को जो है दिखाते हैं। Praise the Lord. അങ്ങനെ ഇവർ ചെങ്കടൽ കടന്നു. वैसे ये लोग जो है लाल समुद्र पार कर दिया। Praise the Lord. Hallelujah. അപ്പോൾ ദൈവത്തിന്റെ ആ പ്രവൃത്തിയുടെ മഹാത്മ്യം, അത്ഭുതങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മളവിടെ കാണുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ഇവരുടെ യാത്രയിൽ, വാഗ്ദത്ത ദേശത്തിലേക്കുള്ളവരുടെ യാത്രയിൽ ഇവർ ഉറപ്പിക്കുവാൻ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുവാൻ ദൈവം അവരെ ചെങ്കടലിലൂടെ കടത്തിവിടുകയാണ്. तो इन लोग का जिंदगी का एक सबसे खूबी हम लोग यहाँ पे देखते हैं कि इन लोग का विश्वास में दृढ़ कराने के लिए प्रभु इन लोग को जो है एक लाल समुद्र के अवस्था में होकर इन लोग को गुजरने दे रहा। Praise the Lord. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പറയാനായിട്ടുള്ള സന്ദേശം? അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണുവാൻ പോകുന്നത്. അപ്പോൾ why Red Sea? How did they cross? And number 3, what is that in for me? ഇപ്പോൾ ജീവിക്കുന്ന നമുക്ക് ഇതിൽ നിന്നുമുള്ള അപ്ലിക്കേഷൻ എന്താണ്? और हम लोग अभी जो देखने जा रहा है कि ये लाल समुद्र की जो है कहानी से हमें क्या मतलब है, जो है हमें इसमें क्या लागू करने का चीज होते हैं। അവിടെ കാണുന്നത് 19-ാം വാക്യത്തിൽ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേഴ്സ് ആണ്. And the angel of God who went before the camp of Israel moved and went behind them, and the pillar of cloud went from before them and stood behind them. और इसका 19 पद में लिखा है, तब यहोवा का दूत जो इस्राएली सेना के आगे आगे चला करता था जाकर उनके पीछे हो गया, और बादल का खंबा उनके आगे से हटकर उनके पीछे जा ठहरा। അപ്പോൾ ഈ ചെങ്കടലിന്റെ അനുഭവം അവരോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മളോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചെങ്കടൽ. Praise the Lord.
और जो है ये लाल समुद्र के परेशानी, लाल समुद्र की अवस्था इस्राएलियों से और हमसे कहने वाला एक संदेश ये है कि इस प्रकार का समस्या में हम परमेश्वर का उपस्थिति को अनुभव कर सकता है। യഹോവയുടെ ദൂതൻ ഫറവോന്റെ സൈന്യത്തിന്റെയും ഇസ്രായേൽ സൈന്യത്തിന്റെയും മധ്യത്തിൽ വന്നു നിന്നു. കാരണം ഇവര് കണ്ടു ഭയപ്പെടാതിരിക്കുവാനായിട്ട് ആ ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ളതായ ഒരു എക്സ്പീരിയൻസിലൂടെ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. और यहाँ पे हम लोग पढ़ते हैं कि स्वर्गदूत मिस्र सेना और इस्राएलियों का बीच में खड़ा हो गया, क्योंकि वे लोग जो है परमेश्वर का उपस्थिति को समझने का एक गहरा अवस्था में होकर अभी गुजर रहा. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്നത് ദൂതൻ ദൈവത്തിന്റെ തേജസ്, പില്ലർ ഓഫ് ക്ലൗഡ് went from before them and stood behind them. അപ്പോൾ അവരെ ഒരു ബ്ലാങ്കറ്റ്, ദൈവത്തിന്റെ കരുതലിന്റെ ഒരു ബ്ലാങ്കറ്റിന്റെ ഉള്ളിലാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. और यहाँ पे पढ़ते हैं कि और बादल का खंभा उनके आगे से हटकर उनके पीछे जा ठहरा, क्योंकि इन लोग को एक संरक्षण का एक जो है उन लोग को जो बचाने वाला एक चादर की अंदर में परमेश्वर लोग को कर रहा है. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളെക്കാൾ കൂടുതലായി ഇവർക്ക് വേണ്ടി ആ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മൾ കാണുന്നത്. ദൈവം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. He knew at what point of time I have to ask the angel of come towards the back. और इन लोग के लिए बहुत जो है गहराई तौर से काम करने वाला एक प्रभु को हम लोग देखते हैं कि परमेश्वर सही वक्त पर इन लोग के लिए जो काम कर रहा. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളോട് പറയുവാനായിട്ടുള്ള സന്ദേശം. നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നമ്മെ വഴി നടത്തുന്ന ഒരു പില്ലറുണ്ട്, നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ചെങ്കടലല്ല, യോർദാനല്ല, എന്ത് നമ്മൾ നേരെ കടന്നു വന്നാലും നമ്മൾ ആ എക്സ്പീരിയൻസിൽ ആനന്ദിക്കുവാനായിട്ടിടയായിത്തീരും. भाइयों बहनों, मैंने आपसे बताना चाहते हैं कि आपको अगुवाई करने वाला एक प्रभु है, और आप जो है आपका जो है विभिन्न परेशानी में, विभिन्न जो है समस्या में प्रभु का उस उपस्थिति को अगर आप अनुभव करेंगे तो आप जो है समस्या का बीच में भी परमेश्वर पर आनंद हो जाएंगे, प्रभु पर आप खुश रहते रहेंगे. Praise the Lord. അത് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു റിമൈൻഡർ കൂടിയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം ആരോട് ചെയ്ത വാഗ്ദത്തം? ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു റിമൈൻഡർ കൂടിയാണ് ഈ ചെങ്കടലിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. और इस लाल समुद्र में होकर गुजरना जो है परमेश्वर किया हुआ एक वायदा का पूर्तीकरण है. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. But I will bring judgment on the nation, yes, that they serve, and afterward they shall come out with great possession. അവർക്ക് അവിടെ നിന്നും ഒരു യാത്രയുണ്ട്, ഒരു പുറപ്പാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പുസ്തകത്തെ എക്സോഡസ് എന്ന് വിളിക്കുന്നത്. അത് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ ഇന്ന് കാണുന്ന ചെങ്കടൽ. आप आज जो है आप लोग जो देखने वाला लाल समुद्र परमेश्वर अब्राहम पिता से किया हुआ वायदा का एक चिन्ह है, क्योंकि उत्पत्ति के किताब 15-14 में हम लोग पढ़ते हैं, फिर जिस देश के वे दास होंगे उसको मैं दंड दूंगा, और उसके पश्चात वे बड़ा धन वहां से लेकर निकल जाएंगे. इसका मतलब है परमेश्वर ने अब्राहम पिता से उस समय किया हुआ वायदा का पूर्तीकरण जो है यहाँ पे ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളുടെയും ദൈവം നമ്മെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം വാഗ്ദത്തത്തിന്റെ ദൈവമാണ്. അവൻ വാഗ്ദത്തം ചെയ്താൽ അവൻ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. और एक चीज हम लोग जो है इसके बीच में ये समझना चाहिए कि प्रभु जो है वायदा करने वाला प्रभु है, तो उन्होंने वायदा पूरा करने वाला भी प्रभु है. हालेलुया. Praise the Lord. അപ്പോൾ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് കടക്കുന്ന ചെങ്കടൽ നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. നിങ്ങൾ ഇന്ന് പുഷ്പം പോലെ ഡ്രൈ ലാൻഡിൽ ഉടന്ന പോലെ വാഗ്ദത്ത
ഈ ചെങ്കടലിലൂടെ കടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ചരിത്രത്തിൽ പ്രവർത്തിച്ച യഹോവയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. और जो है लोग लाल समुद्र पार होने के वक्त में प्रभु ये बात उन लोग को ये बताना चाहते हैं कि आप लोग लाल समुद्र पार होने का मतलब जो है यही है कि मैंने जो किया हुआ वायदा का एक पूर्तिकरण है। इतिहास में काम किया हुआ परमेश्वर का सामर्थ्य जो है आज मैंने आपके सामने दिखाना चाहता। Praise the Lord. Hallelujah. हालेलुया। അത് മാത്രമല്ല, ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇത് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവത്തിന്റെ രംഗം മാത്രമല്ല, ഇത് വാഗ്ദത്ത നിവൃത്തിയുടെ റിമൈൻഡർ മാത്രമല്ല, ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു കാരണം കൂടിയാണ്. ഹല്ലേലൂയ. और केवल वो नहीं, ये जो है सिर्फ जो है आपको प्रभु को उपस्थिति समझने वाला एक बात नहीं है, प्रभु का जो है किया हुआ वायदा का पूर्तिकरण नहीं है, भविष्य काल में आपको प्रभु को स्तुति करने के एक कारण भी इसमें से जो है मिल जाते हैं। അവരുടെ സങ്കീർത്തനങ്ങളുടെ ഭാഗമായി ഇത് മാറിക്കഴിഞ്ഞു, അവരുടെ ആരാധനയുടെ ഭാഗമായി ഇത് മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്ന് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ രക്ഷയെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ആഴത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അത് നമ്മളുടെ സ്തുതികളുടെ കാരണമായി തീരുകയാണ്. ഹല്ലേലൂയ. और परमेश्वर का उद्धार हमारा जीवन में आने के वक्त में प्रभु ने हमारा जीवन में किया हुआ बातों को जब याद करते हैं, वो हमारा परमेश्वर को स्तुति करने के कारण होना चाहिए, क्योंकि लाल समुद्र पार होने के विषय जो है उन लोगों को गाना बनाने का, गाना गाने का और भजन गाने का एक अवसर दे दिया या कारण बन गया। അത് മാത്രമല്ല, ഇന്നുകളുടെ ചെങ്കടൽ നാളെ നിങ്ങൾ കടക്കുവാനുള്ള യോർദാന്റെ പ്രചോദനം കൂടിയാണെന്ന് ഞാൻ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. और मैंने अभी एक बात और बताना चाहते हैं, आज आप पार करने वाला लाल समुद्र, कल जो पार होने वाला यर्दन नदी के लिए एक प्रेरणा जो है होते हैं। രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 66:6 പറയുന്നു, he turned the sea into dry land. They passed through the river on foot. There did we rejoice in him. Hallelujah. और यहाँ पे हम लोग वचन ഒന്ന് പറയാവോ? 66 संगीतन 66:6. अब 66 अध्याय भजन संहिता 66 का 6वां पद में इस प्रकार पढ़ते हैं, उसने समुद्र की सूखी भूमि कर डाला और ये वे महानद में से पाव पार उतरे, वहां हम उसके कारण आनंदित हुए। ഓ വർഷങ്ങൾക്ക് ശേഷം അവർ ആനന്ദിച്ചു പാടുകയാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഹല്ലേലൂയ ചെങ്കടലിൽ കൂടെ നടന്നപ്പോൾ അവരെ വഴി നടത്തിയ ദൈവത്തിന് മാനവും മഹത്വവും അവർ ദേവാലയങ്ങളിൽ അർപ്പിക്കുകയാണ്. അവരുടെ ആരാധനാ ഗീതങ്ങളുടെ ഭാഗമായി മാറി ഈ ചെങ്കടലിന്റെ എക്സ്പീരിയൻസ്. लाल समुद्र का जो है अनुभव उन लोग काफी साल के बाद जो है अपना आराधनालय में गाना गाने का रूप में कर दिया, और जो है इसके बाद परमेश्वर को स्तुति करने के लिए, प्रभु को आराधना करने का गीत जो है लिखने का कारण बना दिया। ഓ പ്രൈസ് ദി ലോർഡ്. ഇന്നും നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് നിത്യമായ നരകത്തിൽ നിന്നും നിത്യമായ ആ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരണം. और आज भी जो है हमारा गाने का कारण यही होना चाहिए, वो अनंतकाल का जो है नरक से हमें बचाकर परमेश्वर जो है पिता परमेश्वर के जो है पास हमें ले जाने वाला, या उस स्वर्ग राज्य में हमें जो है वारिस बना दिया हुआ यीशु मसीह जो है हमारा गाने के कारण होना चाहिए। Praise the Lord. Hallelujah. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, ഞാൻ ഇത് നമ്മൾ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പിന്നീട് പഠിക്കുവാനും ഇതിന്റെ ആധാരം വിശുദ്ധ വേദപുസ്തകമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുവാനാണ് ഞാൻ ഈ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നത്. 4:23 കാണുന്നത് ഇങ്ങനെയാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെയാണ്, The Lord your God did to the Jordan what he had done to the Red Sea when he dried it up before us until we had crossed over. यहोशू का किताब उसका 4 अध्याय उसका 23 पद में इस प्रकार पढ़ते हैं, अलग अलग पद मैंने इसीलिए जो है
बताना चाहते हैं कि ये परमेश्वर ने किया हुआ काम है और हमारा विश्वास जो है और दृढ़ होने के लिए मैं बोलना चाहता हूं। उसके 23वां पद इस प्रकार पढ़ते हैं, क्योंकि जैसे तुम्हारे परमेश्वर यहोवा ने लाल समुद्र को हमारे पार हो जाने तक हमारे सामने से हटाकर सूखा रखा था, वैसे ही उसने यरदन को भी जल तुम्हारे पार हो जाने तक तुम्हारे सामने से हटाकर सूखा रखा। ഓ പ്രൈസ് ദി ലോർഡ്. അത് കണ്ട യോശുവയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. യോശുവയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അവിടെ നിന്ന് പുറപ്പെട്ടവരിൽ രണ്ടുപേര് മാത്രമാണ് വാഗ്ദത്ത ദേശത്തേക്ക് എത്തുവാൻ പോകുന്നത്. അപ്പോൾ യോശുവയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. യോശുവ പറയുകയാണ്, ഇത് യഹോവ ചെയ്യുന്ന ആദ്യത്തെ കാര്യമൊന്നുമല്ല, ഇത് ചെങ്കടലിലും ദൈവം ചെയ്തിട്ടുണ്ട്, അതേപോലെ ചെയ്യുവാൻ അവൻ ഇന്നും ശക്തനാണ് യോർദാന് വേണ്ടി. और यहोशू ये बातों को याद करते हैं, क्योंकि यहोशू और कालेब को छोड़कर और कोई वायदा किया हुआ देश या यरदन के करीब तक जो है नहीं पहुंचा है, और यरदन के करीब आया हुआ यहोशू ये बातों को याद करके बता रहा है कि उस वक्त में प्रभु ने लाल समुद्र को सूखा बना दिया है, वो ही प्रभु सर्वशक्तिमान है कि यरदन को भी सूखा बनाने के लिए। हालेलुया, Praise the Lord, hallelujah. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങൾ, അതിന്റെ എല്ലാം ഭാവിയിലേക്ക് ഒരു സന്ദേശമുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്. അത് മാത്രമല്ല, ഇതൊരു ജേർണിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവം ഇവിടെ പ്രൂവ് ചെയ്യുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്, ഒരു ജേർണിയാണ്. ഇന്ന് ചെങ്കടൽ കണ്ടതുകൊണ്ട് പരിപാടി അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ നാളെ യോർദാൻ വരാം, ഒരുപക്ഷെ നാളെ യെരിഹോ വരാം. വാഗ്ദത്ത ദേശം എത്തുന്നത് വരെയും നിങ്ങൾ സഞ്ചരിക്കേണ്ടവരാണ്, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് സഞ്ചരിക്കേണ്ടവരാണ്, ദൈവ സാന്നിധ്യം അനുഭവിച്ച് സഞ്ചരിക്കേണ്ടവരാണ്. और यहाँ पे एक चीज हमें समझना चाहिए कि यहाँ पे लाल समुद्र पूरा होने के कारण कि जो है सारा समस्या समाप्त हो गया, ऐसे नहीं समझ सकता हूं कि एक बात जो है मैंने बताना चाहते हैं कि ये जो है एक सफर है, इस सफर में जो है हमें अलग अलग चमत्कार को देख के सफर करने का बात है। लाल समुद्र का सफर खत्म होने के बाद दूसरा जो है चमत्कार के लिए एक कारण या दूसरा समस्या हमारा जीवन में आएंगे, लेकिन उसके बीच में हम दूसरा जो है चमत्कार को देख के सफर करने का बात है, और अंत तक हम लोग जो है पहुंचने के समय तक अलग अलग जो है चमत्कार को, प्रभु का चमत्कार को देख के हमें सफर करके ही आगे बढ़ना। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ അവർ ചെങ്കടൽ കടന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്, ഇതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്, ഇതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. और उसी प्रकार वे लोग लाल समुद्र पार हो गया, इसलिए जो है इब्रानियों का लेखक जो है इस प्रकार लिखा है कि ये जो है एक विश्वास का प्रवृत्ति है। ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. एक और बात बोलकर जो है आज का मनन को मैं समाप्त करना चाहता हूं। ഇത് സിംപലൈസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പറയാതെ പോയാൽ ഇത് പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ये चिन्ह के रूप में हमें समझाने वाला एक और पद जो है प्रभु का शास्त्र में या बाइबल में लिखा हुआ है, उसको भी समझाकर मैंने जो है खत्म करना चाहता। 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത്, For I do not want you to be unaware, brothers, that our fathers were all under the cloud, and all passed through the sea. Yes, Paul is referring to this. And all were baptized into Moses in the cloud and in the sea, and all ate the same spiritual food. അപ്പോൾ അവിടെ ഒരു ദൈവത്തോട് ചേരുന്ന, മോശയോട് ചേരുന്ന, മോശയുടെ പാർട്ടിയായി മാറുന്ന ഒരു ധ്വനി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ അനുഭവം ഒരു സ്നാനത്തിന്റെ പ്രതീകമായും കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. यहाँ पे जो है ये बात जो है बपतिस्मा का एक प्रतीक के रूप में जो है जो पौलुस यहाँ पे कहते हैं, 1 कुरिन्थियों का पत्र 10 अध्याय का सबसे जो पहला पद से हम लोग जो पढ़ते हैं, हे भाइयों, मैं नहीं चाहता हूं कि तुम इस बात से अनजान हो कि हमारा सब बाप दादा बादल के नीचे थे और सबके सब समुद्र के बीच से पार हो गया, और सबने बादल में और समुद्र में मूसा का बपतिस्मा लिया, और सबने एक ही आत्मिक भोजन किया और सबने एक ही आत्मिक जल पिया,
क्योंकि वे उस आत्मिक चट्टान से पीते थे जो उनके साथ साथ चलती थी, और वो चट्टान मसीही था। അവിടെ പൗലോസ് പറയുകയാണ്, അവർ ചെങ്കടൽ കടന്നതുപോലെ സ്നാനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ദൈവത്തോട്, യേശുവിനോട് ചേരുകയാണ്. അതും ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. यहाँ पे जो है बता रहा है कि जैसे वे लोग लाल समुद्र पार होकर जो है आ गया, वैसे हम जब बपतिस्मा लेने के वक्त में हम प्रभु के साथ जो है जुड़ रहा है। അതുകൊണ്ട് ചെങ്കടൽ കടക്കുമ്പോഴുള്ള എല്ലാ അനുഭവങ്ങളും സ്നാനത്തോടുള്ള ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പൗലോസ് പറഞ്ഞ ആ ആശയം മാത്രമേ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് റോങ് ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. और हम लोग लाल समुद्र पार होने के वक्त में किया हुआ सारा चमत्कार को बपतिस्मा के साथ जोड़कर चर्चा नहीं कर सकता है, क्योंकि वैसे करेगा तो हम लोग गलत व्याख्यान में चले जाएंगे। लेकिन पौलुस जो बोलने वाला संदेश क्या है उस पर हमें समझना चाहिए। അതുപോലെ തന്നെയാണല്ലോ പത്രോസ് പറഞ്ഞിട്ടുള്ളത്, ജലപ്രളയത്തിൽ പെട്ടകത്തിലൂടെ 8 പേർ അവർ രക്ഷ പ്രാപിച്ചു, അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറയുമ്പോൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും സ്നാനവുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കയില്ല. അവർ വിശ്വാസത്തിൽ പെട്ടകത്തിൽ കയറിയത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറയുന്നത് പോലെ ഇവർ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നപ്പോൾ അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. और उद्धार का जो है पूर्तिकरण के पहले जो है लोग जो है नाव पर जो चढ़कर जो बच गया है, उद्धार पाया, वो उसका एक प्रतीक जो बन गया। इस प्रकार जो है पौलुस यहाँ पे बता रहा है, मूसा जो है लाल समुद्र पार जो होने का कार्यक्रम या उसका प्रवृत्ति बपतिस्मा का एक प्रतीक हो गया है, या उसको प्रतिनिधान करते हैं। അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. കാരണം the Red Sea crossing is the point of no return. തിരിച്ചു പോകാത്ത ഒരു യാത്രയുടെ, തിരിച്ചു പോകുവാൻ സാധിക്കാത്ത ഒരു പോയിന്റ് അവർ ക്രോസ് ചെയ്തു. Praise the Lord. यहाँ पे सबसे मुख्य जो है संदेश मैंने बोलकर समाप्त करूंगा कि एक चीज समझना चाहिए, वापस नहीं जाने वाला एक सफर का जो है शुरुआत वे लोग जो है लाल समुद्र पार होने के बाद जो है किया। यहाँ से वापस जाने का रास्ता नहीं है। ചെങ്കടൽ കടന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ മിസ്രൈമിലേക്കില്ല, ഇനി ഞങ്ങൾ മുന്നിലേക്കാണ് യാത്ര ചെയ്യുന്നത്, ഇനി ഞങ്ങൾക്ക് പിന്തിരിഞ്ഞു നോക്കുവാൻ സാധിക്കയില്ല, ഞങ്ങൾ ചെങ്കടൽ കടന്ന് അപ്പുറത്തോട്ട് ഇനി പോകുകയില്ല, ഞങ്ങളുടെ യാത്ര ഇനി കനാനാണെന്ന് പറയുന്നത് പോലെ സ്നാനത്തിലൂടെ നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ലോകത്തോട് ഞാൻ ഇനി സമീപൻ അല്ലെങ്കിൽ സംബന്ധമില്ല. I have crossed the point of no return, no turning back എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് നമ്മൾ സ്നാനത്തിലൂടെ ചെയ്യുന്നത്. और लाल समुद्र पार होने के वक्त में ये लोग जो है बोला हुआ एक गवाही यही है कि हम लोगों को अभी जो है मिस्र देश में वापस नहीं जाना है, वहां पे वापस जाकर कुछ करना नहीं है, अभी कनान देश को देखकर हम लोग आगे बढ़ेंगे। और इस प्रकार जो है एक वापस नहीं जाने वाला सफर जो है हम लोग बपतिस्मा के समय में भी हम लोग लेते हैं। बपतिस्मा लेने के वक्त में हम लोग दुनिया को हम लोग न कहते हैं और बोलते हैं कि हमें दुनिया से वापस जाने का कोई उपाय नहीं है, या दुनिया में हम लोग वापस नहीं जाएंगे। प्रभु ने रखा हुआ देश को देखकर हम लोग आगे बढ़ते जाएंगे। ഒരു പെർമനന്റ് സെപ്പറേഷന്റെ സന്ദേശമാണ് റെഡ് സീക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്. एक जो है स्थायी रूप में होने वाला एक अलगाव का जो है कहानी लाल समुद्र को हमें बताने के लिए है। ഫറവോന്റെ അധികാരത്തിന്റെ കീഴിലുള്ള ടെറിട്ടറിയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നതാണ് ചെങ്കടലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്നാനത്തിലൂടെ നമ്മൾ പറയുന്നു സാത്താന്റെ അധികാരത്തിലുള്ള രാജ്യത്തിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ അധികാരത്തിലുള്ള ഒരു കിങ്ഡത്തിന്റെ ഭാഗമായെന്നുള്ള പ്രഖ്യാപനമാണ് സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. और लाल समुद्र पार होने का चिन्ह जो है यही है कि मिस्र देश का जो है गुलामी से वे लोग बचकर एक जो है उद्धार पाकर एक नया सफर का जो शुरुआत वे लोग किया है। तो बपतिस्मा में भी हम लोग यही दिखाना चाहते हैं कि हम लोग पाप का गुलामी से आजाद पाकर परमेश्वर जो है दिया हुआ एक सफर प्रभु के साथ हम लोग जो कर रहा है और जयवंत होने के एक सफर के लिए हम लोग जो है आगे बढ़ रहा।
അവർക്ക് പറയുവാനായിട്ടുള്ളത് ഫറവോന്റെ അടിമത്തം ഇനി ചരിത്രം മാത്രമാണ്. ഇന്നു മുതൽ ഞങ്ങൾക്കൊരു പുതിയൊരു അധ്യായമാണ്, ഇതൊരു പുതിയ പുറപ്പാടിന്റെ തുടക്കമാണെന്നുള്ള പ്രഖ്യാപനമാണ് അവർ ചെങ്കടലിന്റെ അപ്പുറത്ത് നിന്ന് പാടിയത്. और वे लोग बड़े लाल समुद्र पार होकर यही गाना गाया है कि फरोन का जो है गुलामी हमारे लिए अभी एक सिर्फ इतिहास बन गया है। अभी हम फरोन का जो है गुलाम नहीं है, अभी हम लोग आगे बढ़ने वाला प्रभु का जो है लोग है। ഓ, സ്നാനത്തിലൂടെ നമ്മൾ കടന്നുപോയി തിരിച്ച് സ്നാനത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി മുതൽ ഹല്ലേലൂയ, ഞാൻ ഒരു പുതിയ നിയമത്തിന്റെ അവകാശിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇനി ഫറവോനും സൈന്യത്തിനും എന്റെ മേൽ അധികാരമില്ല. നമ്മൾ മലയാളത്തിൽ പാടുന്നത് പോലെ ഫറവോന് ഞാൻ ഇനി അടിമയല്ല. और जो है बपतिस्मा लेने के वक्त में भी हम लोग यही बात बताते हैं कि जो पाप हमें गुलाम करता था, हम अभी उस पाप का गुलाम नहीं है। और मलयालम में एक गाना हम लोग गाते हैं, वो गाना इस प्रकार का होते हैं कि हम फरोख का जो है गुलाम है नहीं है अभी से। Praise the Lord. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മിസ്രൈമിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച ഇസ്രായേൽ മക്കൾ പലപ്പോഴും അവരുടെ മനസ്സിൽ ഇപ്പോഴും മിസ്രൈമിൽ ഉണ്ടായി എന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. പല പ്രാവശ്യം അവർ മനസ്സുകൊണ്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയി. और एक चीज हमें समझना चाहिए कि मिस्र देश छोड़कर सफर शुरू किया हुआ इस्राएली जन कई बार जो है अपना मन में वे लोग मिस्र देश में वापस चला गया, अपना मन में जो है मिस्र देश को लालच किया या लालसा किया। ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈജിപ്തിൽ നിന്നും അവർ വിടുതൽ പ്രാപിച്ചെങ്കിലും അവരുടെ മനസ്സിൽ നിന്നും ഈജിപ്ത് മാറിയിട്ടുണ്ടായിരുന്നില്ല. एक प्रभु का दास इस प्रकार कहा है कि मिस्र देश से वे लोग छुटकारा पाया था, लेकिन उनका मन से जो है मिस्र देश जो है नहीं निकल गया था। Praise the Lord. ഇന്ന് രാത്രി കാലം ഞാൻ എന്റെ ദൈവവചനത്തെ ഇവിടെ ക്ലോസ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. आज रात में मैंने जो है प्रभु का वचन का संदेश यहाँ पे समाप्त करने जा रहा हूं। അവർ വിശ്വാസത്താൽ റെഡ് സീ കടന്നപ്പോൾ അവർ മറ്റൊരു സമൂഹത്തിന്റെ ഭാഗമായി, പുതിയ നിയമത്തിന്റെ ഭാഗമായതുപോലെ നമ്മൾ സ്നാനത്തിലൂടെ പുതിയ നിയമത്തിന്റെ അവകാശിയായി മാറി എന്നുള്ള ഡിക്ലറേഷനിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം, ഇന്ന് മിസ്രൈമിൽ നമ്മുടെ ഇടയിൽ കയറി വരുന്നുണ്ടോ? ചെങ്കടൽ എന്ന് പറയുന്നത് വലിയൊരു സെപ്പറേഷന്റെ ഐഡന്റിറ്റിയായി ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. मैंने एक सवाल ये पूछना चाहते हैं कि इस्राएली जन का जो छुटकारा उन लोग का सफर का एक शुरुआत का कारण हो गया, हमारा बपतिस्मा हमारे आत्मिक जीवन का सफर का एक शुरुआत हो गया, लेकिन कभी कभी क्या मिस्र देश हमारा हृदय के अंदर में आते हैं, हम लोग जो है वापस मिस्र देश में हमारा मन में चले जाते हैं, या लाल समुद्र एक जो है एक दीवार के रूप में जो है हो गया, एक अलगाव का कारण हुआ है। उस प्रकार बपतिस्मा हमारा जीवन में पाप से अलग करने के कारण आज भी हो रहा है कि नहीं, हम लोग समझना चाहिए। അപ്പൊ രണ്ട് വ്യത്യസ്തമായ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ട്. और दो भिन्न तौर भिन्न जो है प्रकार का जो है लागू हम लोग यहाँ से जो है पाना है। ഒന്ന്, നമ്മൾ ചെങ്കടൽ പോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും നമ്മൾ അധൈര്യപ്പെടരുത്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. सबसे पहला चीज, अगर हम लोग लाल समुद्र होकर गुजरने का समस्या हमारा जीवन में आएगा तो भी हम घबराना नहीं, क्योंकि प्रभु की उपस्थिति वहां पे हमारा साथ है। എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു സന്ദേശം, ചെങ്കടൽ കടക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ അനുഭവത്തിന്റെ ഭാഗമാണ്. പഴയതിലേക്ക് ഒരു മടങ്ങിപ്പോക്കിനി ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. और दूसरा एक संदेश हमें समझना चाहिए, लाल समुद्र पार होना हमारा नया शुरुआत का एक बात है, अभी पुरानापन में वापस जाने का कोई सफर हमें नहीं करना है। हालेलुया। Praise the Lord. No turning back, no turning back, no turning back. वापस नहीं जाना, वापस नहीं जाना, वापस नहीं जाना। Praise the Lord. അതാണ് നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം പറയാൻ ആഗ്രഹിക്കുന്നത്. पवित्र आत्मा हमसे योम संदेश जो है कहना चाहते, മുന്നോട്ട് പോകൂ. Praise the Lord. മുന്നോട്ട് പോകൂ. ഒരു പക്ഷേ ഇനി യോർദാനും എരിഹോവും ഒക്കെ വന്നേക്കാം, പക്ഷെ ചെങ്കടൽ നിന്നെ നടത്തിയ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ you cannot return because you already crossed the point of no return.
अभी प्रभु हमें बताना चाहते हैं, आगे बढ़ो, आगे बढ़ो, आगे बढ़ो, क्योंकि लाल समुद्र तुम्हें पार कराए हुआ प्रभु एक ईमानदार प्रभु है। आगे को भी तुम्हें जो है मदद करेंगे, लेकिन लाल समुद्र तुम्हें ही दिखाता है कि तुम वापस नहीं जाना। നമ്മൾ വൈറഡ് സീ എന്നുള്ള ഭാഗം നമ്മൾ കാണുവാനിടയായി തീർന്നു. എങ്ങനെയാണ് അത് ക്രോസ് ചെയ്തെന്ന് കണ്ടു. അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രായോഗികമായ ലെസൺസ് നമ്മൾ പഠിക്കുവാനിടയായി. हम लोग ये सीखा कि क्यों लाल समुद्र, उसका अर्थ क्या है और हमारा जीवन में कैसे उसको लागू करना है, बातों को हम लोग सीख लिया। Praise the Lord. ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11:29. By faith the people passed through the Red Sea as on dry land, but when the Egyptians tried to do so, they were drowned. और 11 अध्याय का 29वां पद एक और बात पढ़ना मैं चाहता हूं। विश्वासी से वे लाल समुद्र के पार ऐसे उतर गए जैसे सूखी भूमि पर से, और जब मिस्रियों ने वैसा ही करना चाहा तो सब डूब मरे। അതുപോലെ നമ്മളും ഒരു യാത്രയിലാണ്. ഹല്ലേലൂയ. ഓരോ മൈൽ സ്റ്റോൺ കടക്കുമ്പോഴും നമ്മുടെ യാത്ര മുന്നോട്ടാണെന്ന് നമ്മൾ മറക്കരുത്. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. इस प्रकार हम लोग भी एक सफर में हैं, और इस सफर का अलग अलग जो है कदम हम लोग आगे रखने के वक्त में एक चीज हम लोग कभी नहीं भूलना, पीछे नहीं जाना, पीछे नहीं जाना, पीछे नहीं जाना। प्रभु हमें आशीष करे। हालेलुया। थैंक यू भाई सिमजन, परमेश्वर आपको बहुत आशीष